ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം റിച്ചൂസാണേ. അപ്പോൾ രാവിലെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട്. ഇന്നലത്തെ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. എന്നാൽ അത് ആദ്യമേ എല്ലാം ഒന്ന് കഴുകിയെന്ന് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് വന്നേ. എന്നാ ഇന്നത്തെ പരിപാടി? പാത്രം എല്ലാം കഴുകി വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇച്ചിരി കാപ്പി ഇടാമെന്ന് വിചാരിച്ചു. ഇന്നാണ് തേയിലക്കാപ്പിയാണ്. നമ്മൾ പിന്നെ തലേദിവസം ഇതെല്ലാം ആലോചിച്ച് വെച്ചിട്ടാണല്ലോ കിടക്കുന്നത് അല്ലേ? നമ്മൾ പെണ്ണുങ്ങൾ പിറ്റേ ദിവസം രാവിലെ എന്തുവാണ് ഉണ്ടാക്കേണ്ടത്, ഉച്ചക്കത്തെ കറിക്ക് എന്തുവാണ്, പാലങ്ങ് തിളപ്പിച്ച് വെച്ചേക്കാം. ആ പെണ്ണ് എപ്പോഴാണ് എഴുന്നേക്കുന്നതെന്ന് അറിയത്തില്ല. അവൾ എപ്പോൾ ഉണർന്നാലും അവൾക്ക് ആദ്യമേ പാൽ വേണം. അപ്പോൾ അത് റെഡിയാക്കി വെക്കുവാണെങ്കിലേ നമുക്ക് പിന്നെ പാടില്ലല്ലോ. രാവിലെ എഴുന്നേറ്റ് വരുന്ന മൂഡ് എങ്ങനെയാണെന്ന് അറിയത്തില്ല പുള്ളിയുടെ. ഇന്നലെ പിന്നെ ഇത്തിരി ചെറുപയർ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടാണ് കിടന്നതേ. രാവിലെ ഒന്ന് ചെറുപയർ നന്നായിട്ട് കഴുകി ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് കുക്കറിൽ ഒരൊറ്റയടി. ഇന്നൊരു സ്പെഷ്യൽ ഡിഷാണേ. ഞങ്ങൾക്ക് സ്പെഷ്യലാണ്. നിങ്ങളൊക്കെ മിക്കവാറും ഇത് ഉണ്ടാക്കാറുള്ളൊരു സാധനമായിരിക്കുമേ. നമ്മളത് എന്നും ഉണ്ടാക്കുന്നതൊക്കെ തന്നെ, പക്ഷേ അതിൻ്റെ കോമ്പിനേഷൻ ഒന്ന് മാറ്റി പിടിച്ചെന്ന് മാത്രം. ഇത് ഞങ്ങൾ ഇതുവരെ ഇവിടെ ഉണ്ടാക്കിയിട്ടേ ഇല്ല. ഞാൻ ഈ ഉപ്പിങ്ങനെ കൈകൊണ്ടിടുന്നത് കണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് എനിക്ക് സ്പൂൺ കൊണ്ടിട്ടാൽ കണക്ക് കറക്റ്റ് ആവാറേ ഇല്ല. ഈ ഇങ്ങനെ കൈകൊണ്ടിട്ടത് ശീലമായി പോയതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മുടെ കുക്കർ ചേട്ടനെ അടുപ്പയിലോട്ട് കയറ്റാവേ. വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക. എന്നിട്ട് നമ്മുടെ അരിപ്പൊടി എടുത്ത് പുട്ടിന് കുഴയ്ക്കാം. പുട്ടാണോ സ്പെഷ്യൽ എന്ന് വിചാരിക്കണ്ട, ഇതിൻ്റെ കോമ്പിനേഷനാണ് സ്പെഷ്യൽ. ഈ സാധനം ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെയെങ്കിലും ഒന്ന് വൃത്തിയായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചത്. മുമ്പ് എൻ്റെ പുട്ടിൻ്റെ കഥയൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. എൻ്റെ അച്ചാച്ചൻ എപ്പോഴും പറയും, ദൈവമേ നീ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു പുട്ട്. നമ്മളല്ലേലും എല്ലാം ആദ്യമേ പഠിച്ചിട്ടാണ് വരുന്നത് അല്ലേ? ചെയ്തങ്ങ് പഠിക്കും. പഠിക്കാതെ നിവൃത്തിയില്ലാത്ത അവസ്ഥ വരുമ്പോൾ നമ്മളങ്ങ് പഠിക്കും. എന്തുവാണ് നിങ്ങൾ രാവിലെ ഉണ്ടാക്കുന്നത്? കമൻറ്റൊക്കെ ഇടണം കേട്ടോ, എന്നാലല്ലേ എനിക്ക് പിറ്റേ ദിവസം ഇതുപോലെ സംസാരിക്കാനൊക്കെ പറ്റുള്ളൂ. നിങ്ങളുടെ കമൻറ്റിന് മറുപടിയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴല്ലേ ഒരു രസമുള്ളൂന്നേ. ഇപ്പോഴും ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ ഈ പുട്ടിന് പൊടി കുഴയ്ക്കാനായിട്ട്. കഴിഞ്ഞ ദിവസം പുട്ടിന് പൊടി കുഴച്ച് അവസാനം അത് ഇടിയപ്പത്തിലാണ് അവസാനിച്ചത്. എന്താണോ ഇതെനിക്ക് അങ്ങോട്ട് സെറ്റായിട്ട് വരാറേ ഇല്ല. നമ്മുടെ കുക്കർ അടിച്ച്. ഇനി ഇത് നിർത്തിയിട്ടേക്കാവേ. പുട്ടിനുള്ള വെള്ളം അങ്ങ് വെച്ചേക്കാം, അന്നേരം അത് തിളച്ചോളുമല്ലോ. എൻ്റെ കാപ്പൂടി ഇതിൻ്റെ ഇടയിൽ ഇതുവഴി അങ്ങ് നടക്കും കേട്ടോ. ഇതാണ് ഇട്ടാലും അറിയാത്തൊരു കുറ്റി. എനിക്കാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ ഏറ്റവും ഇഷ്ടം, കഴിക്കാനും ആ ചപ്പാത്തി ഇഷ്ടം. ഈ പുട്ടിനോട് എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല. രണ്ടാമത് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്കിഷ്ടമുള്ളൊരു സാധനമായിരുന്നു ഈ പുട്ടും ഏത്തയ്ക്ക പുഴുങ്ങിയതും നെയ്യും, അല്ലെങ്കിൽ നല്ല ചൂട് പുട്ടും നെയ്യും. ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അത് അപ്പോഴും അല്ല ഇപ്പോഴും ഇഷ്ടമാണ്. പാലങ്ങ് ഒഴിച്ച് വെച്ചേക്കാം. ആൾ എഴുന്നേക്കാനുള്ള തയ്യാറെടുപ്പ് കാണാൻ തോന്നുന്നു. ഇത് എൻ്റെ പുട്ട് റെഡിയായേ കണ്ടോ. നല്ല ആവി പറക്കും നല്ല ചൂട് പുട്ട്. വലിയ കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് ആ ചെറുപയറൊന്ന് ശരിയാക്കി എടുക്കാവേ. ഇത്തിരി തേങ്ങായും കൂടി ഇട്ടിട്ടേ ചെറുപയർ തോരൻ വെക്കത്തില്ലേ, നോർമലായിട്ടുള്ള തോരൻ വെക്കുന്ന പോലെ തന്നെ. ഇനി പപ്പടം കൂടെ കാച്ചാം. ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് എന്നിപ്പോൾ മനസ്സിലായില്ലേ? പുട്ട്, ചെറുപയറും പപ്പടം. ഞങ്ങളിവിടെ മിക്കവാറും ഉണ്ടാക്കുമ്പോൾ പുട്ടും കടലക്കറിയോ അല്ലെങ്കിൽ പഴമോ ഒക്കെ ആയിരിക്കുമേ. നമ്മുടെ ഈ പുട്ട്, ചെറുപയർ, പപ്പടം എല്ലാവരും കോമ്പിനേഷൻ പറയുമെങ്കിലും ഇതുവരെ അതങ്ങനെ കഴിച്ചിട്ടില്ല. എന്നാൽ ഇന്നൊരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇതിലുണ്ടങ്ങ് പിടിച്ചത്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, രാവിലെ ആ ചെറുപയർ തോരൻ വെക്കുകയാണെങ്കിൽ ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടെ അത് കഴിക്കാമല്ലോ. ഒരു എളുപ്പ വഴി. ഇന്നാണ് എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. രാവിലെ വാഷിംഗ് മെഷീനകത്ത് തുണിയെല്ലാം ഇട്ടതാണ്. നമ്മൾ മെഷീനകത്ത് നനയ്ക്കുമ്പോൾ 2 ദിവസം കൂടിയല്ലേ നനയ്ക്കുള്ളൂ. ഇന്നാണെങ്കിൽ കുറേ ഷീറ്റും അതും ഇതും എല്ലാം എടുത്തിട്ടു. പക്ഷേ മെഷീൻ രാവിലെ പണി കിട്ടി, അത് ഓണാകുന്നില്ല. എന്തോ അത് വർക്ക് ചെയ്യുന്നില്ല ഇപ്പം. അത്
ആ എൻ്റെ പെണ്ണ് എഴുന്നേറ്റ്. എൻ്റെ ചെറുക്കനാണെങ്കിൽ പുട്ടിനോടൊന്നും വലിയ താല്പര്യമില്ല, പിന്നെ നിവർത്തിയില്ല അത് കഴിക്കുക. ആരുടെ? അമ്മയുടെ. അവന് ബ്രെഡും ജാമും കൊടുത്തു വിട്ടതേ, അവൻ ഈ പുട്ട് കൊണ്ടുപോകത്തില്ല ഉച്ചയ്ക്കൊന്നും. ബ്രഷ് ചെയ്യുന്നതിൻ്റെ ഇടയിലല്ല, അവളുടെ കുലുക്കി ഡാൻസാണ്. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് തന്നെ ഒന്ന് ബ്രഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവളൊന്നും വരത്തില്ല. ഞാൻ ബ്രഷ് എടുത്തോണ്ട് ചെല്ലുമ്പോഴേ അവൾ ഓടും. എൻ്റെ അച്ചാച്ചൻ പോവാ. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്നെ കളിയാക്കിയിട്ട് പോകുന്ന കേട്ടോ. എൻ്റെ ചെറുക്ക റെഡിയായി, ഇനി രണ്ടും കൂടെ ഇറങ്ങുന്നുണ്ടോ. അവനെ കൊണ്ടുവിടാൻ പോകാനുള്ള തിരക്ക് അവക്ക്. ഈ രണ്ട് കൊമ്പൊക്കെ കെട്ടി റെഡിയായി കേട്ടോ അംഗനവാടി പോകാനായിട്ട്. അംഗനവാടി പോവാണോ? എന്നത്തിന്? ഞങ്ങൾ പോവാണേ. അപ്പം ടാറ്റാ. കണ്ടോ ടാറ്റയൊക്കെ തന്ന് പോകുന്നത്. 12:45. ഞാൻ പറഞ്ഞില്ലേ രാവിലെ എനിക്കിട്ട് മെഷീനൊരു പണി തന്നെന്ന്. എൻ്റെ തുണികളൊക്കെ എല്ലാം കഴിഞ്ഞ് ഞാൻ കയറിയതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ സമയമില്ലാന്ന്. ഇതൊക്കെ തന്നെ കാര്യം. ഇതിനെ വിളിക്കാൻ പോകാൻ സമയം പോയി. 2:45 3 മണിയാണ് സമയം. 3 മണിയാകാറായി. ഞാനൊന്ന് ഉറങ്ങിപ്പോയി. എന്താണെങ്കിലും സമയം പോയി. ഇനി നമുക്ക് ഓടിപ്പോയി വിളിച്ചുകൊണ്ട് വരാവേ. അവളെ അംഗനവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതാണ്. വഴിയിലൊരു വണ്ടി കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ വീടിൻ്റെ ആ സിറ്റ് ഔട്ടിൽ കിടന്നിട്ട് പാല് കുടിക്കുക. വണ്ടി കണ്ടുകൊണ്ട് പാല് കുടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ചേട്ടായിയും കൂടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് രണ്ടിനും ഇന്ന് മാഗിയാണ് കൊടുത്തത്. ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം റിച്ചസാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് വന്ന സമയത്ത് അവരിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എടാ നിൻ്റെ ചാനലിനകത്ത് ഇങ്ങനെ അവിയൽ പരുവത്തിനാണല്ലോ കിടക്കുന്നത്. അതിൻ്റെ അർത്ഥം ചില ചാനലുകൾ ഇപ്പം മിക്ക ചാനലിലും ഫുഡ് ബ്ലോഗ് ആയിരിക്കാം, ചിലർ നമ്മുടെ ഈ ട്രാവൽസിൻ്റെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട്, റീൽസ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ എൻ്റെതിനകത്ത് ഇത് ഏതിനകത്ത് പെടും എൻ്റെ വീഡിയോസ് അല്ല എൻ്റെ ചാനലെന്ന് ചോദിച്ചേ. അപ്പം എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം വെരി ഹാപ്പി. വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു സംശയം ഉണ്ടായിരിക്കും, എൻ്റെ ചാനലിപ്പം എന്തായിരിക്കും എൻ്റെ കണ്ടൻറ്റ്. കാരണം എല്ലാം കൂടെ ഇതിപ്പോൾ അവിയൽ പരുവത്തിനാണല്ലോ ഞാൻ വീഡിയോ ഇടുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കുമല്ലോ. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇടുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മറുപടിയായിട്ട് ഞാൻ പറയുന്നത്, എൻ്റെ ചാനലിൻ്റെ പേരെന്ന് പറയുന്നത് റിച്ചൂസ് ലൈഫ് എന്നാണ്. അപ്പം ലൈഫ് എന്നാണ് എൻ്റെ ബാക്കി, റിച്ചൂസ് ലൈഫ്. എൻ്റെ ലൈഫിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഇടുന്നത്. അപ്പം എനിക്ക് ഫോട്ടോഷൂട്ട് എന്ന് പറയുന്ന സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. അതുപോലെ തന്നെ ഇഷ്ടമാണ് ട്രാവൽ ചെയ്യുന്നത്. ഇത് രണ്ടും വെച്ചിട്ട് എനിക്ക് ഇടണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് അതിനുള്ളൊരു സാഹചര്യമില്ല. എനിക്ക് ഫോട്ടോ എടുത്ത് തന്നെ 1-2 റീൽസ് അതിൽ കിടക്കുന്നത് എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് എടുത്തു തന്നതാണ്. അപ്പോൾ അവർക്കിപ്പോൾ നെക്സ്റ്റ് വീക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പിന്നെ വേറെ ആരുമില്ല. പിന്നെ നമുക്കൊരു ഫോട്ടോഗ്രാഫറെ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ പോകാനുള്ള സാമ്പത്തികം എനിക്ക് ഇപ്പം നിലവിലില്ല. നാളെ എനിക്കിതൊരു അവസരം ഉണ്ടായാൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. ഞാൻ റുട്ടീനായിട്ട് എൻ്റെ കാര്യങ്ങൾ എന്താണോ അതാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, നാളെ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ഞാൻ അതിനെ സംബന്ധിച്ച് വീഡിയോസ് നിങ്ങളെയും കൂടെ കാണിക്കും. പോകുന്ന ടൈമിൽ എന്തെങ്കിലും കഴിഞ്ഞ ദിവസത്തെ ഒരു കുഴിമന്തി വാങ്ങിക്കാനായിട്ട് പോയത്, അത് നമ്മൾ നോർമലി ലൈഫിൽ നമ്മൾ ഇടയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേക്ക് ചാനലുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് അത് നിങ്ങളെയും കൂടെ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പോയതല്ല. അപ്പം
അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ എനിക്ക് പോകാനും വരാനും ഉള്ള സാഹചര്യം എനിക്കുണ്ടായാൽ ഞാൻ അത് നിങ്ങളെയും കൂടെ കാണിക്കാം. അല്ലാതെ ഞാൻ അതിൻ്റെ ഡെയിലി റുട്ടീൻ കാര്യങ്ങളാണ് ഞാൻ വീഡിയോസിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എൻ്റെ ഹാപ്പിനെസ് ആണല്ലോ എനിക്ക് ഏറ്റവും വലുത്. ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ കോഴിക്ക് ഇപ്പോഴാണ് തോന്നുന്നു നേരം വെളുത്തത്. നാളെ എനിക്കൊരു ഫോട്ടോഷൂട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതൊരു വീഡിയോസ് ഇടും. അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് വീഡിയോസ് ഇടാവേ. അല്ലാതെ എൻ്റെ ലൈഫ് എന്താണോ ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു എന്നുള്ളത് മാത്രം. അതാണ് നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യം. നിങ്ങളെല്ലാവരും നാളെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് എന്നെ ഒന്ന് സെറ്റ് ആക്കുവാണെങ്കിൽ കൂടുതൽ കൂടുതൽ വീഡിയോസ് ഞാൻ ഇടാവേ. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. മുന്നോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വേറെ എന്തെങ്കിലും രീതിയിൽ ഫോട്ടോഷൂട്ടോ കാര്യങ്ങളോ കിട്ടിയാലോ അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോവുകയാണെങ്കിലോ ഞാനത് നിങ്ങളെയും കൂടെ കാണിക്കും. അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയായിരിക്കും റീൽസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതും നിങ്ങളെ കാണിക്കാൻ ഞാൻ എൻ്റെ വീഡിയോസിലൂടെ ഞാൻ ഇടാവേ. അല്ലാതെ എനിക്ക്